ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ച് നിയമസഭയിലെത്തി. രാഹുൽ നിയമസഭയിലെത്തിയതിൽ വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എ ഗ്രൂപ്പിൽ ഒരു വിഭാഗം രാഹുലിനെ പിന്തുണച്ചതോടെ തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കെ.പി.സി.സി നേതൃത്വം. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സ്വകാര്യ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി. രാഹുൽ UDFന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കനത്ത തിരിച്ചടിയാണ് രാഹുലിന്റെ എൻട്രി. പോലീസ് മർദ്ദനം ഉൾപ്പെടെ സർക്കാരിനെതിരെ ഒട്ടനവധി വിഷയങ്ങളിൽ പ്രക്ഷോഭം കടുപ്പിക്കാനുള്ള പ്രതിപക്ഷ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നതിനാലാണ് രാഹുലിന്റെ വരവിനെ വി.ഡി. സതീശൻ എതിർത്തത്. പക്ഷേ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ രാഹുൽ സഭയിലെത്തിയതോടെ വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടു. ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലെ പുതിയ പവർ ഗ്രൂപ്പാണ് രാഹുലിനൊപ്പം നിലകൊള്ളുന്നത്. രാഹുലിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പോൾ കോൺഗ്രസ് സംരക്ഷിക്കുന്നതല്ല അതിനർത്ഥം? ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ വരും ദിവസങ്ങളിൽ സഭയിലെത്തരുതെന്ന നിലപാടെടുക്കുമ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്ത പലരും രാഹുലിനെ അനുകൂലിക്കുന്നുവെന്നതും വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം അത് ആയുധമാക്കുമെന്ന് ഉറപ്പ്. ഇന്ന് സഭയിൽ നിന്നിറങ്ങിയ രാഹുലിനെ തടഞ്ഞ് SFI വൻ പ്രതിഷേധം തീർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.